ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ കേട്ടറ്റിൻ്റെ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ മെയിനായിട്ട് PYQസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ വന്നതിനൊപ്പം അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡെയിലി ഡിസ്കസ് ചെയ്യും 7 മണിക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് സൈക്കോളജിയാണ്, നാളെ ഹിന്ദിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ കേട്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ നമ്മുടെ ചാനലിൽ കണ്ടൻറ്റ് അവൈലബിൾ ആണ്. നോട്ട്സ് ടെലഗ്രാം ചാനലിലുണ്ട്, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, അത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് സൈക്കോളജി ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് വീഡിയോസ് ചെയ്തു. അപ്പം ഇനി എന്തായാലും നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് അല്ലെങ്കിൽ റിവിഷൻ സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഡസ് നോട്ട് അഫക്റ്റ് ദ സോഷ്യലൈസേഷൻ ഓഫ് എ ചൈൽഡ് എന്നതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്: ഫാമിലി, സ്കൂൾ, പീർ ഗ്രൂപ്പ്സ്, ഇൻട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ആൻസർ ചെയ്തു പോകാം ഇതിനൊപ്പം തന്നെ. ഓക്കെ, നമ്മൾ ആൻസറിലേക്ക് വരും. അപ്പോൾ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യലൈസേഷൻ ഓഫ് എ ചൈൽഡിന് അഫക്റ്റ് ചെയ്യാത്ത എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, സോഷ്യലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ ജീവിക്കുക, അതിനുള്ള ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ സഹായിക്കാത്ത എൻവയോൺമെൻറ്റൽ ഫാക്ടർ ഇതിലേതാണ്? 4 ഓപ്ഷൻസ്: ഫാമിലി, സ്കൂള്, പിയർ ഗ്രൂപ്പ്സ്, ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഇൻട്രസ്റ്റ് ആണ്. കാരണം 3 ഓപ്ഷൻസ്, അതായത് ഫാമിലി ആയാലും സ്കൂള്, പിയർ ഗ്രൂപ്പ്സ്, ഇതൊക്കെ എന്താണ് നമ്മളുടെ സോഷ്യലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സംഭവങ്ങളിലൊക്കെ എന്താണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുവഴി എന്താണ് ഒരു ഇൻട്രാക്ഷൻ പോസിബിളാണ്. ഓക്കെ, പക്ഷേ എന്നാൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇൻട്രസ്റ്റ് ആണ്. അത് സോഷ്യലൈസേഷന് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ഇൻട്രസ്റ്റ്. ഈ നോട്ട് ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം റിവിഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് നോട്ടുകളൊക്കെ ഇതിൻ്റേതാണ്. ഓക്കെ, അത് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൻ്റേതാണ്. അപ്പം നമുക്ക് ആൻസറും ഉണ്ട് ഇതിനകത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫോർ അക്യൂറിങ് ആൻഡ് ഓവർകമ്മിങ് ഫിയർ റെസ്പോൺസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറീസ് ക്യാൻ ബി അപ്ലൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിയർ റെസ്പോൺസ്, ആ ഒരു പേടി ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്കിതിൽ ഏത് തിയറീസ് യൂസ് ചെയ്യാൻ പറ്റും? ക്ലാസിക്കൽ കണ്ടീഷനിങ്, പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ, ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ആൻഡ് ലോ ഓഫ് എക്സ്റ്റിങ്ഷൻ. ഓക്കെ, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഓക്കെ, നമുക്ക് ആ തിയറിയിലെ കുറച്ച് പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് സജസ്റ്റ് ചെയ്ത പാവ്ലോവാണ്. അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് 3 പിക്ചേഴ്സ് നമുക്ക് കാണാം. ഡോഗിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിമെൻ്റ് ആയിരുന്നു. ബിഫോർ കണ്ടീഷനിങ്, ഡ്യൂറിങ് കണ്ടീഷനിങ് ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ്. ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡോഗിന് ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്, ആ ഫുഡ് കാണുമ്പോൾ അതിൻ്റെ മൗത്തിൽ സലൈവ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ പിക്ചറിലേക്ക് പോകുകയാണെങ്കിൽ ഡ്യൂറിങ് കണ്ടീഷനിങ് ആണ്, അതായത് ഫുഡ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ബെല്ല് മുഴക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, ആ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഫുഡ് കിട്ടും എന്നൊരു തോട്ട് ആ ഡോഗിൻ്റെ മൈൻഡിൽ വരുന്നു. നെക്സ്റ്റ് ആണ് ആഫ്റ്റർ കണ്ടീഷനിങ്. സെക്കൻഡ് നമ്മുടെ കണ്ടീഷനിങ് സ്റ്റേജ് ആണ്. തേർഡ് എന്ന് പറയുന്നത് ആഫ്റ്റർ കണ്ടീഷനിങ് ആണ്. അപ്പോൾ അത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ല് മാത്രം റിങ് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴും ഈ ഡോഗിൻ്റെ മൗത്തിൽ സലൈവ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറിയിലെ മെയിൻ കൺസെപ്റ്റ്. ഓക്കെ, നമുക്കിതുപോലെ എന്തും കണ്ടീഷൻ ചെയ്തെടുക്കാം. ലാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഡോഗിനെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്. ആ ബെല്ല് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് ഫുഡ് കിട്ടും എന്നൊരു തോട്ടിലേക്ക് പോകുന്നു, ഒരു വിചാരത്തിലേക്ക് ഇത് പോകുന്നു. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ഏറ്റവും സ്മോളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതല്ല, ബട്ട് എനിവേസ് ഞാൻ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷന് വേണ്ടി ഇതും കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 3 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ ഡെഫിഷ്യൻസി നീഡ് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് മോട്ടിവേഷൻ പ്രപ്പോസ്ഡ് ബൈ എബ്രഹാം മാസ്ലോ? സേഫ്റ്റി നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ, കൊഗ്നിറ്റീവ് നീഡ്, ആസ്തെറ്റിക് നീഡ്. ഓക്കെ, അപ്പോൾ എബ്രഹാം മാസ്ലോ ആണ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അദ്ദേഹമാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഡെഫിഷ്യൻസി നീഡ് എന്ന് പറയുന്നത് സേഫ്റ്റി നീഡാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമുക്കതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇതാണ് മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ സൈക്കോളജിക്കലുണ്ട്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡാണ്. അതിനുശേഷം സേഫ്റ്റി, പിന്നെ ലവ്,
പിന്നെ എസ്റ്റീം ആൻഡ് ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതിൽ ആദ്യത്തെ 4 അതായത് സൈക്കോളജിക്കൽ, സേഫ്റ്റി, ലവ്, സൈക്കോളജി അല്ല, ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് വരുന്നത്. ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ലവ്, എസ്റ്റീം, ഇത് 4 നമ്മുടെ ഡെഫിഷ്യൻസി നീഡാണ്. ഓക്കെ, എന്നാൽ ഗ്രോത്ത് നീഡ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ വരും. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സേഫ്റ്റി നീഡ് എന്ന് പറയുന്ന ഒരു ഡെഫിഷ്യൻസി നീഡാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ട്രാറ്റജി ദാറ്റ് സ്യൂട്ട്സ് ദ നീഡ്സ് ഓഫ് എ സ്ലോ ലേണേഴ്സ്. അതായത് ഒരു സ്ലോ ലേണറിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കിതിൽ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഗീവ് ദം ഓൺലി ദോസ് ടാസ്ക് വിച്ച് ദേ ആർ കേപ്പബിൾ ഓഫ് പെർഫോമിങ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ കൊടുക്കുക. ഓപ്ഷൻ ബി, ഗീവ് ദം മോർ കോംപ്ലക്സ് ടാസ്ക് ടു കോപ്പ് അപ്പ് വിത്ത് ഡിഫിക്കൽറ്റി. അതായത് ഡിഫിക്കൽറ്റിനെ നേരിടാൻ വേണ്ടി കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുക. സി എന്ന് പറയുന്ന ഗീവ് ദം ദോസ് ടാസ്ക് വിച്ച് റിക്വയർ സസ്റ്റൈൻഡ് കോൺസെൻട്രേഷൻ ആൻഡ് എഫേർട്സ്. കൂടുതൽ കോൺസെൻട്രേഷൻ എഫേർട്സ് ആവശ്യമായിട്ടുള്ള ടാസ്ക് അവർക്ക് കൊടുക്കുക. 4ാമത്താണ് ഗീവ് ദം മോർ ഹോംവർക്ക്. അപ്പോൾ എന്താണ്, നമ്മളൊരു സ്ലോ ലേണറിനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. അതായത് ആ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടാസ്ക്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതുവഴി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവർക്കൊരു മോട്ടിവേഷനും വരും. ഓക്കെ, അതുപോലെ നമ്മളിപ്പോൾ കോംപ്ലക്സ് ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലേണിംഗ് വീണ്ടും ഡിഫിക്കൽട്ടായിട്ട് പോകും, അല്ലെങ്കിൽ ഈ പഠിക്കുന്ന കാര്യം തന്നെ വളരെ ബുദ്ധിമുട്ടാണെന്ന് ആ കുട്ടിക്ക് തോന്നും. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അതുവഴി അവൻ്റെ ഒരു കോൺഫിഡൻറ്റ് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ആൻസർ കൊടുത്തിട്ടുണ്ട്. എ ചൈൽഡ് ഹൂ ഈസ് പ്രൊഫഷൻ. ഇതൊക്കെ തന്നെ കേട്ടറ്റിന് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കുക. എ ചൈൽഡ് ഹൂ ഈസ് പ്രൊഫഷൻ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ഇമോഷൻസ് ഓഫ് ഹിംസെൽഫ് ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ് ഈസ് ഡൊമിനൻറ്റ് ഇൻ. ഒരു കുട്ടി, ആ കുട്ടിക്ക് സ്വന്തവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയിൽ മെയിനായിട്ട് ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ടോളറൻസ്, ഇമോഷണൽ ഡൊമിനൻസ്, ഇമോഷണൽ ഡെപ്രിവേഷൻ, ഇതിലേതാണുള്ളത്? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് സ്വന്തവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയിലുള്ളത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ സിറ്റുവേഷനാണ്. അഞ്ജലി എന്ന് പറയുന്ന ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. ആക്റ്റീവ്ലി എൻഗേജസ് ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ് ആൻഡ് എൻജോയ്സ് ലേണിംഗ്. അതായത് ഒരു പ്രൈമറി സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അഞ്ജലി സ്കൂൾ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു, അതുപോലെ തന്നെ ലേണിംഗ് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അക്കോർഡിംഗ് ടു സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി ഷീ പോസസസ്. അതായത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി അനുസരിച്ച് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ നമ്മൾ 8 സ്റ്റേജസ്, എറിക് എറിക്സൻ്റെ തിയറിയിൽ 8 സ്റ്റേജസ് കാണും. അത് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. 4 ഓപ്ഷൻസ് ഉണ്ട്: ഷെയിം, ഇൻഡസ്ട്രി, ഓട്ടോണോമി, ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ആൻസർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയാണ്. നമുക്കറിയാം എറിക് എറിക്സൻ്റെ തിയറി അനുസരിച്ച് മൊത്തം ഒരു 8 സ്റ്റേജസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിനകത്ത് ഇൻഫാൻസിയിൽ തുടങ്ങുവാണെങ്കിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, early childhood and autonomy versus shame and doubt, preschool initiative versus guilt, school age industry versus inferiority, adolescence identity versus role of confusion, young adulthood ആണെങ്കിൽ intimacy versus isolation, middle adulthood ആണെങ്കിൽ generativity versus stagnation, maturity ആണെങ്കിൽ egocentric versus despair, infant. ഓക്കെ, അങ്ങനെ ഒരു 8 സ്റ്റേജസ് ആണ് അദ്ദേഹം പറയുന്നത്. കുറച്ചുകൂടി എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതായത് എറിക്സൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ സ്റ്റേജ് 4 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി. ഓക്കെ, അതായത് സ്കൂൾ ഏജിലാണത് വരുന്നത്. ദ 4th സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ ഏർലി സ്കൂൾ ഇയേഴ്സ്. അതായത് എറിക് എറിക്സൺ 8 സ്റ്റേജസ് അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 4ാമത്തെ സ്റ്റേജാണിത്. ഇത് ഏജ് ഗ്രൂപ്പ് 5 to 11 വരും. അപ്പോൾ എന്താണ്, ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ ചിൽഡ്രൻ ബിഗിൻ ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് പ്രൈഡ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ് ആൻഡ് എബിലിറ്റീസ്. അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻസ് വഴി ഒരു കുട്ടിയിൽ സെൻസ് ഓഫ് പ്രൈഡ് അതുപോലെ തന്നെ കുറച്ച് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണിത്. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻ നീഡ് ടു കോപ്പ് അപ്പ് വിത്ത് ന്യൂ സോഷ്യൽ ആൻഡ് അക്കാഡമിക് ഡിമാൻഡ്സ്. അപ്പം
കുട്ടികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. സോഷ്യൽ ആൻഡ് അക്കാഡമിക് ഡിമാൻഡ്സ്. സക്സസ് ലീഡ് ടു എ സെൻസ് ഓഫ് കോമ്പിറ്റൻസ് ആൻഡ് വൈൽ ഫെയിലിയർ റിസൾട്ട് ഇൻ ഫീലിംഗ് ഓഫ് ഇൻഫ്യൂരിറ്റി. അപ്പോൾ എന്താണ് ഈ സ്റ്റേജിൽ നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ നമുക്കറിയാം ഓരോ സ്റ്റേജസിലും ഓരോ ലൈഫിൻ്റെ ഓരോ സ്റ്റേജസിലും ഓരോ പോയിൻറ്റ്സ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സോഷ്യൽ ആൻഡ് അക്കാഡമിക് ഡിമാൻഡ്സിന് അനുസരിച്ച് ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സക്സസ് ആവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയും. ഓക്കെ, ഇൻഫ്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇനി ആ കുട്ടിക്ക് സോഷ്യൽ ആൻഡ് അക്കാഡമിക് ഡിമാൻഡ്സിനൊപ്പം ആ കുട്ടിക്ക് പോകാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു ഫെയിലിയറാണ് അവിടെ വരുന്നതെങ്കിൽ അത് ഫീലിങ്സ് ഓഫ് ഇൻഫീരിയോരിറ്റി എന്ന് പറയും. ഓക്കെ, അതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ എഡിറ്റ് ചെയ്യാണ്ടാണ് വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ മിസ്റ്റേക്ക് അതും കാണും. ഓക്കെ, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോരിറ്റി. ഓക്കെ, സോ എന്താണ് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ആ ഡിമാൻഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഡിമാൻഡ്സിനൊപ്പം നമുക്ക് ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫെയിലിയർ അവിടെ വരുവാണെങ്കിൽ ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് അവിടെ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്യും, അതിനെയാണ് ഇൻഫീരിയോരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രാവശ്യം സക്സസ് ആയി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അർജുൻ ഈസ് ഇൻട്രസ്റ്റഡ് ടു ഡിസ്കസ് അക്കാഡമിക് മാറ്റേഴ്സ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് പെർഫോം വെൽ ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ്. വാട്ട് ഈസ് ദ ഡൊമിനൻ്റ് എബിലിറ്റി ഇൻഹറൻറ്റ് ഇൻ ദം? അതായത് അർജുൻ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് അക്കാഡമിക് മാറ്റേഴ്സ് ഫ്രണ്ട്സുമായിട്ട് അക്കാഡമിക് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ സ്കൂൾ ആക്ടിവിറ്റീസിനെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. വാട്ട് ഈസ് ദ ഡൊമിനൻ്റ് എബിലിറ്റി? ആ കുട്ടിയിലുള്ള ഡൊമിനൻ്റ് ആയിട്ടുള്ള എബിലിറ്റി എന്താണ്? ഹൈ IQ, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആൻഡ് പിയർ ഇൻഫ്ലുവൻസ്. ഓക്കെ, ഇതിൽ റൈറ്റ് ആയിട്ട് വരുന്ന ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, ഇതാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. എന്താണെന്ന് നമുക്ക് നോക്കാം. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് അതർ പീപ്പിൾ. എന്താണ്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുമുള്ള ഒരു എബിലിറ്റിയാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ബിൽഡിങ്, ഇതൊക്കെ ഇതിനകത്ത് വരും. ഓക്കെ, അതുപോലെ തന്നെ നല്ല ഒരു ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും, പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഈസ് വൺ ഓഫ് ദ 9 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പ്രപ്പോസ്ഡ് ബൈ കൊവാർഡ് ഗാർഡനർ. അപ്പോൾ ഗാർഡനർ എന്ന് പറയുന്ന ആളൊരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിലെ 9 ഇൻ്റലിജൻസിലെ ഒരെണ്ണമാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദിസ് ഇസ് മൈ ഇൻസ്റ്റാ ഹാൻഡിൽ, ആൻഡ് സോ ഗൈസ് സീ യു ഇൻ ദ നെക്സ്റ്റ്. तब तक के लिए ओके बाय.